ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. തൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു സമയത്തിലൂടെയാണ് ഹൂലിയൻ ആൽവരസ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത്ലറ്റിക്കോ എന്ന ക്ലബിനകത്ത് വെച്ചുകൊണ്ട് അവരുടെ ആരാധകരിൽ നിന്നും ഹൂലിയന് ലഭിച്ച അപമാനങ്ങൾക്ക് കയ്യും കണക്കുമില്ല. ഇന്നലത്തെ മത്സരത്തിനിടെ നമ്മൾ അത് കണ്ടതാണ്. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാവി എന്താകും എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം. ട്രാൻസ്ഫർ വിൻഡോ അടക്കാൻ ഇനി അധിക ദിവസമൊന്നും ബാക്കിയില്ല. ഇതിനിടെ അത്ലറ്റിക്കോ വിടാൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം. അത്ലറ്റിക്കോ ആരാധകർക്ക് ഇപ്പോൾ ഹൂലിയൻ ആൽവരസിനെ വേണ്ട. അതുപോലെ തന്നെ മറ്റു പലരും ആഗ്രഹിക്കുന്നത് അദ്ദേഹം ആ ക്ലബിൽ നിന്നും പുറത്തു പോകണം എന്നുള്ളതാണ്. പക്ഷേ അത്ലറ്റിക്കോയുടെ ഉടമസ്ഥനായ ഗിൽമരിനാണ് ഇതിന് ഇപ്പോഴും തടസ്സമായി കൊണ്ട് നിലകൊള്ളുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഫാബ്രിസിയോ റൊമാനോ നൽകിയിട്ടുണ്ട്. അതായത് ഈ ആഴ്ച അത് ഹൂലിയനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് എന്നാണ് ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതുവരെ ഒരു സെക്കൻഡ് സ്ട്രൈക്കർക്ക് വേണ്ടി FC ബാഴ്സലോണ ഓഫർ നൽകിയിട്ടില്ല. അതായത് ഹൂലിയന് വേണ്ടി മാത്രമാണ് ബാഴ്സ ഓഫർ നൽകിയിട്ടുള്ളത്. പകരം മറ്റൊരു സ്ട്രൈക്കറെ പരിഗണിക്കുന്നു എന്ന തരത്തിലുള്ള റൂമറുകൾ വ്യാപകമാണ്. പക്ഷേ ഇതുവരെ ഒരൊറ്റ ഓഫർ പോലും ബാഴ്സ നൽകിയിട്ടില്ല. അതായത് ഈ ട്രാൻസ്ഫർ ജാലകത്തിന്റെ അവസാനം വരെ ഈ താരത്തിന് വേണ്ടി കാത്തിരിക്കാൻ ബാഴ്സലോണ തയ്യാറാണ് എന്നാണ് ഫാബ്രിസിയോ റൊമാനോ കണ്ടെത്തിയിട്ടുള്ളത്. ബാഴ്സയുടെ പ്ലാൻ എന്താണ് എന്നുള്ളത് ഈ ആഴ്ചയോടുകൂടി നമുക്ക് വ്യക്തമാകും. അതായത് ബാഴ്സക്ക് ഹൂലിയൻ ആൽവരസിനെ കൊണ്ടുവരാൻ സാധിക്കുമോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ട്രൈക്കറെ ബാഴ്സലോണ സൈൻ ചെയ്യുമോ എന്നുള്ളത് ഈ ആഴ്ചയോടുകൂടി നമുക്ക് വ്യക്തമാകും എന്നാണ് ഫാബ്രിസിയോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് ഗണ്ണേഴ്സ് വിശ്വസിക്കുന്നത് ഹൂലിയൻ ആൽവരസിനെ സ്വന്തമാക്കാൻ അവർക്ക് സാധിക്കും എന്നുള്ളതാണ്. അത്ലറ്റിക്കോ ബാഴ്സക്ക് ഈ താരത്തെ വിട്ടു നൽകാൻ ഒരുക്കമല്ല. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഈ താരത്തെ ലഭിക്കും, ഹൂലിയൻ ആൽവരസ് തൻ്റെ മനസ്സ് മാറ്റും എന്ന ഒരു പ്രതീക്ഷയിലാണ് ഗണ്ണേഴ്സ് ഉള്ളത്. പക്ഷേ ഇതുവരെ ഹൂലിയൻ ആൽവരസ് തൻ്റെ മനസ്സ് മാറ്റിയിട്ടില്ല. ആഴ്സണലിൻ്റെ ഓഫർ ഇതുവരെ പരിഗണിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നാണ് ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിലവിൽ ഹൂലിയൻ ആൽവരസ് പരിഗണിക്കുന്നത് FC ബാഴ്സലോണയെ മാത്രമാണ്. ഇനിയിപ്പോൾ ബാഴ്സയിലേക്ക് പോകാൻ സാധിക്കില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഒരുപക്ഷെ ഗണ്ണേഴ്സിനെ അദ്ദേഹം പരിഗണിക്കുക. അതൊക്കെ ഈ ആഴ്ചയോടുകൂടി നമുക്ക് അറിയാൻ സാധിക്കും. അദ്ദേഹം അത്ലറ്റിക്കോയിൽ തന്നെ തുടരുമോ, അതല്ലെങ്കിൽ ബാഴ്സയിലേക്ക് പോകുമോ, അതല്ലെങ്കിൽ ഗണ്ണേഴ്സിലേക്ക് പോകുമോ എന്നുള്ളത് ഈ ആഴ്ചയോടുകൂടി നമുക്ക് അറിയാൻ സാധിക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.